കോഴിക്കോട് NITയിൽ സ്നേഹപ്രകടനങ്ങൾ വിലക്കി ഉത്തരവ്. വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ ബാധിക്കും എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. സ്റ്റുഡൻസ് ഡീനാണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു സർക്കുലർ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അശ്വിൻ വല്ലത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, നിലവിൽ ഈ വാലന്റൈൻസ് ഡേ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊക്കെയുള്ള സർക്കുലർ എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. എന്തൊക്കെയാണ് ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്? അഭിലാഷ്, വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ സർക്കുലറിലില്ല. ഈ മാസം 6-ാം തീയതിയാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കുന്നത്. അത് സ്റ്റുഡൻസ് വെൽഫെയർ ഡീനിൻ്റെതായിട്ടാണ് ഈ സർക്കുലർ വരുന്നത്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, പരസ്യമായ സ്നേഹപ്രകടനങ്ങൾ ക്യാമ്പസിൽ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന് തടസ്സമുണ്ടാക്കുന്നു. അത്തരം സ്നേഹപ്രകടനങ്ങൾ, പരസ്യമായ സ്നേഹപ്രകടനങ്ങൾ പലരുടെയും വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കുന്നു. ഇതിൽ പലർക്കും പരാതിയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരസ്യമായ പ്രകടനങ്ങൾ ക്യാമ്പസിൽ ഒരിടത്തും പാടില്ല. അത് കൺസെൻഷ്യലായാലും അല്ലെങ്കിൽ ഒന്നും തന്നെ അത് അത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ പാടില്ല. അത് അങ്ങനെ ഉണ്ടായാൽ ഈ സർക്കുലറിന് ലംഘിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും എന്ന് കാണിച്ചുകൊണ്ടാണ് സ്റ്റുഡൻസ് വെൽഫെയർ ഡീൻ രജനീകാന്തിൻ്റെതായിട്ട് ഇങ്ങനെയൊരു ഉത്തരവ്, ഒരു സർക്കുലർ വരുന്നത്. ഈ കഴിഞ്ഞ 6-ാം തീയതിയാണ് ഇങ്ങനെ ഒരു സർക്കുലർ വരുന്നത്. നമ്മൾ കണ്ടതാണ് വാലന്റൈൻസ് ഡേ കൗഹഗ് ഡേ ആയി ആചരിക്കണമെന്നൊക്കെയുള്ള ആഹ്വാനങ്ങൾ. കേന്ദ്ര അനിമൽ വെൽഫെയർ ബോർഡിന്റെ ആഹ്വാനം കഴിഞ്ഞ ദിവസമാണ് വന്നത്. അതുമായി ബന്ധപ്പെട്ട് വാലന്റൈൻസ് ഡേ ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സർക്കുലർ കൂടെ പുറത്തു വരുന്നതും ചർച്ചയാവുന്നതും. NIT പോലൊരു സ്ഥാപനത്തിൽ, NIT പോലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്തരമൊരു സർക്കുലർ ശരിയാണോ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ സർക്കുലർ വിദ്യാർത്ഥികളുടെ ഈ സ്വതന്ത്രമായിട്ടുള്ള അവകാശങ്ങളെ ലംഘിക്കുന്നതാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ NITയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം, ഈ പരസ്യമായ സ്നേഹപ്രകടനങ്ങളുടെ പേരിൽ പലപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ പരാതി ഉണ്ടാവുന്നുണ്ട്. അവരുടെയൊക്കെ ഈ പറയുന്ന ശ്രദ്ധ തിരിക്കുന്ന രൂപത്തിലേക്ക് ഈ സ്നേഹപ്രകടനങ്ങൾ മാറുന്നുണ്ട്. അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അച്ചടക്കത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ NIT ക്യാമ്പസിൽ ഒരിടത്തും, അത് പറയുന്നുണ്ട്, അത് റെസ്റ്റ് റൂം ആയാലും അത് ക്യാമ്പസിന്റെ മറ്റ് അക്കാഡമിക് നോൺ അക്കാഡമിക് ഏരിയ ആയാലും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനവും പാടില്ല എന്നുള്ള തരത്തിലേക്ക് ഈ ഉത്തരവ് പറയുന്നുണ്ട്. അതിന്റെ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ചടക്ക നടപടി ഉണ്ടാവും എന്നും സർക്കുലറിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഈ പരസ്യമായ സ്നേഹപ്രകടനങ്ങളുടെ പേരിലുള്ള വിഷയങ്ങൾ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പലപ്പോഴും പ്രൊഫസർമാരും അതേപോലെ തന്നെ ഉള്ള ഈ അക്കാഡമിക് സ്റ്റാഫും ഈ കുട്ടികളുടെ സ്നേഹപ്രകടനങ്ങൾക്കെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സർക്കുലറിലൂടെ ഈ അതായത് വിലക്കിക്കൊണ്ട് ഈ സർക്കുലറിൽ പറയുന്നതും അല്ലെങ്കിൽ കോളേജ് അധികൃതരുടെയും ഒക്കെ ഒരു പ്രതികരണം എന്നത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ തേടിയ ശേഷം അവർ റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കേണ്ടി വരുന്നത് എന്നാണല്ലോ വിദ്യാർത്ഥികൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധ്യാപകരിൽ നിന്ന് എന്ന് തന്നെയാണോ? വിദ്യാർത്ഥികൾ, നമ്മൾ NITയിലെ വിദ്യാർത്ഥികളുമായി ഈ സർക്കുലറിന്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചു. അവർ പറയുന്നത് നേരത്തെ തന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ചില വാക്കാൽ പരാമർശങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു സർക്കുലറിന്റെ രൂപത്തിൽ അത് വരുന്നത്. വിദ്യാർത്ഥികളുടെ പരസ്യമായ സ്നേഹപ്രകടനങ്ങൾ അത് അക്കാഡമിക് അന്തരീക്ഷം ഇല്ലാതാക്കും, അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അച്ചടക്കത്തെ ബാധിക്കും എന്നൊക്കെയുള്ള നിലയ്ക്കാണ് അവിടെ നിന്ന് വരുന്ന ഈ വിശദീകരണങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് NITയിൽ ഔദ്യോഗികമായിട്ട് വരുന്ന വിശദീകരണങ്ങൾ അത് ശരിയല്ല എന്നുള്ള നിലയ്ക്കാണ്. അല്ലാതെ വാലന്റൈൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല. പക്ഷേ ഈ സമയത്തായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാലന്റൈൻസ് ഡേയുമായി ഇതിന് ബന്ധമൊന്നുമില്ല. സ്ഥാപനത്തിലെ ഇങ്ങനെയുള്ള പരസ്യമായിട്ടുള്ള പ്രകടനങ്ങൾ അത് ഈ സ്ഥാപനത്തിന്റെ അക്കാദമിക അന്തരീക്ഷത്തെ തകർക്കും. അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ NITയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം. എന്നാൽ വിദ്യാർത്ഥികളൊപ്പം അശ്വിൻ തന്നെ സൂചിപ്പിച്ചല്ലോ, അതായത് ഇത് 6-ാം തീയതി എന്ന നിലയിലാണ് ഈ സർക്കുലർ എന്ന്. അന്ന് തന്നെ ഇത് പുറത്തിറങ്ങിയിരുന്നോ? കാരണം ഈ കൗഹഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെയാണല്ലോ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് അതുമായി ബന്ധിപ്പിക്കേണ്ടതില്ല എന്ന കോളേജ് അധികൃതരുടെ വാദം അതുകൂടി അറിയുന്നതിനാണ്.
ഈ സർക്കുലർ ഇറങ്ങുന്നത് 6-ാം തീയതിയാണ്. പക്ഷേ ഇന്നലെയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുറത്തേക്ക്. നേരത്തെ ഇത് വിദ്യാർത്ഥികളുടെ ഒരു ഇന്റേണൽ സർക്കുലർ ആയിട്ടാണ് ഇത് പുറത്തിറങ്ങുന്നത്. പക്ഷേ പിന്നീട് ഇന്നലെയോടുകൂടി ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്കൊക്കെ തന്നെ ഇതിൽ ചർച്ചകൾ തുടങ്ങുന്നു. ഇത് ശരിയല്ല എന്നുള്ള രൂപത്തിൽ, ഇത് വിദ്യാർത്ഥികളുടെ അവകാശ ലംഘനമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് ഇന്നലെ മുതൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും വാലന്റൈൻസ് ഡേയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് പാശ്ചാത്യമായ പ്രവണതയാണ്, പാശ്ചാത്യമായ രീതികളാണ് നമ്മൾ പിന്തുടരുന്നത്, ഇത് ശരിയല്ല എന്നൊക്കെയുള്ള ചർച്ചകൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ അശ്വിനിലേക്ക് വരാം. ഇപ്പോൾ അനുശ്രീ ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അനുശ്രീ, ഇങ്ങനെയൊരു സർക്കുലർ എന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത്? 2 ദിവസം മുമ്പാണ് ഞങ്ങൾക്ക് മെയിൽ വന്നത്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് എഫെക്ഷൻ ആൻഡ് അതുപോലെ മറ്റു കാര്യങ്ങൾ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതൊക്കെ കോളേജിൽ മറ്റുള്ളവരുടെ പഠനത്തിന് അവരെ വഴി തിരിച്ചു വിടുന്ന രീതിയിലാണ്. അപ്പം അത് പാടില്ല എന്നുള്ള രീതിയിലാണ് മെയിലിൽ പറഞ്ഞിരിക്കുന്നത്. ഇതില് ഈ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കുമൊക്കെ ഇത്തരം സ്നേഹപ്രകടനങ്ങളോട് വിയോജിപ്പുണ്ട്. അതവർ കോളേജ് അധികൃതരെ അറിയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു സർക്കുലർ ഇറക്കേണ്ടി വരുന്നത് എന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. ഈ വിഷയം നേരത്തെ തന്നെ ഈ ക്യാമ്പസിൽ ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഉയർന്നു വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇവരെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നോ പോയതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഇപ്പൊ പെട്ടെന്നൊരു മെയിൽ വന്ന അത് അന്ന് അത്ര ആരും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ മേലെ ചർച്ചകൾ വന്നപ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് വന്നത്. സ്വാഭാവികമായും ഇത് സ്റ്റുഡൻസ് മാത്രമല്ലല്ലോ, ഈ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ വിദ്യാർത്ഥികളുടെ ഈ വിഷയത്തിന്മേലുള്ള പ്രതികരണം? ആ മെയിലിൽ പറയുന്നത് അത്രയും വിദ്യാർത്ഥികൾ ഈ PDA കൊണ്ടുമുള്ള പ്രശ്നങ്ങളാണ് ആ മെയിലിൽ അത്രയും വിശദീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശ്രദ്ധ വിട്ടുപോവുകയും പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം കോളേജിൽ നഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സ്റ്റുഡന്റിന്റെ ഭാഗത്തുനിന്ന് വന്നതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ അവർ തയ്യാറാവണം. അല്ലാണ്ട് ഒരു ട്രിഗർ, എന്താണ് ഇത് ട്രിഗർ ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കോളേജിലുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. അതായത് സ്പെസിഫിക് ആയി ഈ വിഷയം എന്തായെന്ന് സർക്കുലറിൽ പറയുന്നില്ല എന്നതാണോ വിദ്യാർത്ഥികളുടെ പ്രശ്നം? അതെ, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മെയിലിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടില്ല. ഇപ്പൊ കോളേജിലുള്ള ഇപ്പൊ നിലവിലുള്ള അന്തരീക്ഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുള്ളതായിട്ട് അറിയില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റും പോയിട്ടില്ല. അവിടെ ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നില്ലേ? ഇല്ല, അങ്ങനെ ഒരു സംഘടന ഞങ്ങൾ കോളേജിൽ ഇല്ല. സ്റ്റുഡൻസിന്റെ ഒരു കൗൺസിലാണുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ഇക്കാര്യം കോളേജ് അധികൃതരോട് തിരക്കിയോ? എന്താണ് നിങ്ങൾ ഈ സർക്കുലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്? അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അത് ആ മെയിലിന് വിദ്യാർത്ഥി യൂണിയൻ ഒന്നുമില്ല? ഒരു യൂണിയൻ ഉണ്ട്, സാക്ക് എന്നാണ് സ്റ്റുഡൻസ് അഫയേഴ്സ് കൗൺസിൽ. അത് അവരത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നതിനെ പറ്റി എനിക്ക് അറിയില്ല. അത് തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ അല്ലേ? അതെ, തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ. അവർ അതായത് ഈ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ അങ്ങനെയൊക്കെയുള്ള പദവികൾ. അതെ അതെ. അവരോട് വിദ്യാർത്ഥികൾ സംസാരിക്കുകയോ അവർ കോളേജ് അധികൃതരുമായി സംസാരിച്ച് ഇതിലൊരു വ്യക്തത വരുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അതിനെപ്പറ്റി അറിയില്ല. അത് ചെയ്തിട്ടുണ്ടോ? താങ്കൾ വിദ്യാർത്ഥിനി മാത്രമാണ്, ഏതെങ്കിലും പ്രതിനിധി അല്ല? അല്ല അല്ല അല്ല, പ്രതിനിധിയല്ല. ഈ വിദ്യാർത്ഥി പ്രതിനിധികളോട് ആവശ്യപ്പെടുമോ നിങ്ങൾ വിദ്യാർത്ഥികൾ? തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ ചർച്ചയ്ക്കായിട്ട് അവര് മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് എന്താണ് അവരുടെ റിപ്ലൈ കിട്ടിയതെന്നൊന്നും അറിയില്ല. ഈ രക്ഷിതാക്കളുടെ പ്ലാറ്റ്ഫോമും ഉണ്ടല്ലോ ഈ ക്യാമ്പസുകളിൽ, അവരെ ഉൾപ്പെടെ അറിയിക്കേണ്ട ഒരു വിഷയമാണോ ഇത്? ഇപ്പൊ വന്നിരിക്കുന്ന മെയില് സ്റ്റുഡൻസിനും സ്റ്റാഫിനും മാത്രമുള്ളതാണ്. രക്ഷിതാക്കളിലേക്ക് അത് പോയിട്ടില്ല. അവർക്ക് ചർച്ച ചെയ്യാൻ മറ്റൊരു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതായിട്ട് അറിയില്ല. ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ പ്രതിഷേധം എന്തെങ്കിലും ഉയർന്നിട്ടുണ്ടോ? ആ മെയിലിന് തന്നെ റിപ്ലൈ ആയിട്ട് 2-3 സ്റ്റുഡൻസ് ഇങ്ങനെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഒരു ചിന്താഗതിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നീട് റിപ്ലൈ ഒന്നും ഡീനോ അല്ലെങ്കിൽ മറ്റു ഓഫീസിൽ നിന്നോ വന്നിട്ടില്ല. എന്തായാലും മറ്റു പ്രതിഷേധങ്ങളൊന്നും ക്യാമ്പസിലില്ല. ഇല്ല, നിലവിൽ ഇപ്പൊ ഒരു പത്രത്തിൽ ഇതൊരു ന്യൂസായിട്ട് വന്നപ്പോഴാണ് കുട്ടികൾ പ്രതിഷേധിച്ച് തുടങ്ങിയത്. അത് ആദ്യം വന്നത് സ്റ്റുഡൻസിന് മാത്രമുള്ള ഒരു ഇൻഫോർമേറ്റീവ് മെയിൽ പോലെ. അത് വളരെ സട്ടിലായിട്ടാണ് വന്നത്. അതിലങ്ങനെ എന്ത് തരം ആക്ടിവിറ്റീസ് പാടില്ല എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ജനറൽ ആയിട്ടൊരു സാധനമായിട്ട് അത് വന്നത്.
ഇപ്പൊ ക്യാമ്പസിൽ ന്യൂസിലൊക്കെ വന്നപ്പോഴാണ് സ്നേഹപ്രകടനങ്ങൾ പാടില്ല എന്ന തരത്തിലുള്ള സർക്കുലർ ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. എന്താണ് ഈ സർക്കുലർ കൊണ്ട് അധികൃതർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നാണ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതികരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ പ്രതിനിധികളുമായി വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തും. അവർ സംസാരിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തണം എന്നുള്ളത് കൂടിയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. വാർത്തയുടെ വിശദാംശങ്ങളാണ് അശ്വിൻ വല്ലത്ത് നൽകിയത്.